ഡയറ്റ് നോക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റാണ് മില്ലറ്റ്. അപ്പൊ നമുക്ക് ഇന്ന് മില്ലറ്റ് വെച്ച് ജീരകക്കഞ്ഞി ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫോക്സ് ടെയിൽ മില്ലറ്റ് അഥവാ തിന. നന്നായി കഴുകിയ മില്ലറ്റ്, അതിലേക്ക് കുറച്ച് വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ, ജീരകം, പിന്നെ കുറച്ച് മല്ലിയും കൂടി ചേർത്ത് 2-3 വിസിൽ വരെ നമുക്ക് അടുപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് തേങ്ങയിലേക്ക് 2-3 ചെറിയുള്ളി, ജീരകം, കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണ് നമ്മുടെ മില്ലറ്റ്. അപ്പോൾ അത്രയും ഗുണമുള്ള മില്ലറ്റാണേ. നിങ്ങൾക്കിത് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്കിത് എടുക്കാം. ഇപ്പം നമ്മുടെ മില്ലറ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് പൊടി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ കഞ്ഞിയിലെ മെയിൻ പാർട്ട്. നമ്മുടെ കഞ്ഞി ഒന്ന് താളിക്കണം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ചധികം ചെറുള്ളി ചേർത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മൂപ്പിക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ അത് നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിക്കും. അപ്പം നമ്മുടെ മില്ലറ്റ് ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് മില്ലറ്റ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം. ഒരുപാട് തരം മില്ലറ്റുകളുണ്ട്. ചാമ, തീന, വരക്ക്, അങ്ങനെ ഒരുപാട് തരം മില്ലറ്റുകളുണ്ട്. അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കാവുന്നതാണ്. ഇത്രയും ഗുണങ്ങളുള്ള നമ്മുടെ മില്ലറ്റ് ജീരകക്കഞ്ഞി നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യില്ലേ?